എല്ലാവർക്കും നമസ്കാരം. സമയം ഉച്ചയായിട്ടോ. ഈ അനുഭവം വായിക്കാൻ പോവാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടായാലും ഹെഡ്സെറ്റ് വെച്ച് കേൾക്കട്ടോ. നല്ലൊരു ജീവിതമാണ്. ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പലരും നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു സംശയമില്ല. ഓരോരുത്തരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കുറേ നിമിഷങ്ങളും. എന്താ പറയേണ്ടതെന്നറിയില്ല. എന്തായാലും കേട്ടാൽ നഷ്ടാവില്ല കേട്ടോ. എല്ലാവരും കേൾക്കുക. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ ശ്രീലതയാണ്. എനിക്ക് എവിടെ തുടങ്ങണമെന്നൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ കുറച്ചെങ്കിലും ത്രിമധുരത്തിൽ എഴുതി അറിയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ നാളായി. ഞാനും എല്ലാവരും പറയുന്നത് പോലെ ഗുരുവായൂരപ്പനെ തന്നെ വിശ്വസിച്ചിരുന്ന ആളൊന്നുമല്ല. എൻ്റെ അമ്മ നിറഞ്ഞ ഭക്തിയോടെ ഗുരുവായൂരപ്പനെ എന്നും വിളിക്കും. അമ്മ കൃഷ്ണൻ്റെ കീർത്തനം എപ്പോഴും ചൊല്ലുകയും ഹരിനാമ കീർത്തനം എന്നും ചൊല്ലുമായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. 2014 മാർച്ച് 14 തീയതിയായിരുന്നു. എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. ചേട്ടൻ മരിക്കുമ്പോൾ കുട്ടികൾക്ക് 8 വയസ്സും 10 വയസ്സും ഉള്ളായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല. ഞാൻ പിള്ളേരെ വളർത്താൻ ഒരുപാട് പാടുപെട്ടു. സത്യം പറഞ്ഞാൽ അവരെ എനിക്ക് അധികം ഒന്നും പഠിപ്പിക്കാൻ സാധിച്ചില്ല. ചേട്ടൻ മരിച്ചപ്പോൾ മുതൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് എനിക്കും എൻ്റെ ഗുരുവായൂരപ്പനെ വളരെ വിശ്വാസമായി. അമ്മയ്ക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അതൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ മുതൽ എനിക്ക് എൻ്റെ അമ്മയെ നല്ലതുപോലെ നോക്കാൻ കഴിഞ്ഞു. അമ്മയുടെ കൂടെ കീർത്തനം ചൊല്ലുമായിരുന്നു. എൻ്റെ അമ്മ അധികം വേദന ഒന്നും അറിഞ്ഞിരുന്നില്ല. ഗുരുവായൂരപ്പനെ തന്നെ മുറുകെ പിടിച്ചു. അമ്മ 1.5 വർഷമായി മരിച്ചുപോയി. അമ്മ എല്ലാ മക്കളെയും കൊച്ചുമക്കളെയും അയൽവക്കത്തുള്ളവരെയും ബന്ധുമിത്രാദികളെയും വിളിച്ച് കണ്ടിട്ട് ഞാൻ പോവുകയാണ് മക്കളെ എന്ന് പറഞ്ഞ് ഏകാദശി ദിവസം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് യാത്രയായി. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ അമ്മയെ. ആരോടും ഒരു പിണക്കവും ദേഷ്യപ്പെടലോ ഒന്നുമില്ലായിരുന്നു. അതുകൂടെ ആയപ്പോൾ ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു. 14 വർഷമായി അമ്മയുടെ കൂടെയാണ് കിടന്നത്. അമ്മ എപ്പോഴും പറയും, എൻ്റെ കുഞ്ഞിനൊരു വീട് കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതിയെന്ന്. എനിക്ക് വീടില്ല. അതുപോലെ എൻ്റെ പിള്ളേരെ ഒന്ന് രക്ഷപ്പെടണം. ആര് വന്നാലും എല്ലാവരോടും ഇത് തന്നെ പറഞ്ഞു സങ്കടപ്പെടുമായിരുന്നു. എനിക്ക് വീടില്ലാത്തതിനാൽ ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തായിരുന്നു. എന്നെ എൻ്റെ അമ്മാവൻ്റെ മക്കൾ കൊണ്ടുപോയി. കൊച്ചുമോനെ മൂത്ത ചേച്ചി കൊണ്ടുപോയി. മൂത്ത മോൻ അമ്മയുടെ കൂടെ നിന്നു. മൂത്ത മകൻ അയ്യപ്പദാസ്, 2ാമത്തെ മകൻ കൃഷ്ണദാസ്. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ. എനിക്ക് എൻ്റെ സഹോദരൻ 7 സെന്റ് സ്ഥലം തന്നു. അവിടെ ലൈഫിൻ്റെ വീട് വെച്ചു. എല്ലാവരും കുറച്ച് സഹായിച്ചു. വീട് പണി കഴിഞ്ഞ് ഒരു ചെറിയ വീട്. എനിക്ക് അത് സ്വർഗ്ഗമാണ് കേട്ടോ. അതുപോലെ മൂത്ത മോൻ അയ്യപ്പദാസ് ഗൾഫിലും ജോലിക്ക് പോയി. ഇത് 2 കാര്യവും കണ്ട് സന്തോഷമായിട്ടാണ് അമ്മ പോയത്. കൊച്ചിൻ്റെ കാര്യവും എങ്ങനെയെങ്കിലും ആകും ശരിയാകും എന്ന് പറഞ്ഞ് യാത്രയായി. അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇപ്പോൾ 2026 ജനുവരി 15 കൊച്ചുമകനും മൂത്ത മകൻ്റെ അടുക്കൽ ജോലിക്ക് പോയിട്ടോ. ഞാൻ എന്നും ത്രിമധുരത്തിലെ അനുഭവം കേൾക്കും. ഞാൻ അപ്പോഴെല്ലാം ഗുരുവായൂരപ്പനോട് പറയും, എൻ്റെ കണ്ണാ, എൻ്റെ കാര്യം നടത്തി തരണേ. എൻ്റെ പിള്ളേരൊന്ന് രക്ഷപ്പെടാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായി. അതുപോലെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഗുരുവായൂരിൽ പോയിട്ടുണ്ട്. എനിക്ക് അവിടെ ഒരു ദിവസമെങ്കിലും ഭജന ഇരിക്കണമെന്നുണ്ട്. ഇനി എൻ്റെ അനുഭവത്തിൻ്റെ കാര്യം പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം അയ്യപ്പദാസ് അവധിക്ക് വന്നപ്പോൾ ഞങ്ങൾ ഗുരുവായൂർക്ക് പോയി. അതെങ്ങനെ പറയണമെന്ന് അറിയില്ല. ഞങ്ങൾ 2 പേരും ഇവിടുന്ന് കുളി കഴിഞ്ഞ് 2:30 ആയപ്പോൾ പോയി. എൻ്റെ വീട് അമ്പലപ്പുഴ ജില്ലയിലെ കാവാൽ എന്ന സ്ഥലത്താണ്. അവിടെ നിന്നും ചിങ്ങവനത്ത് ഞങ്ങളുടെ ആങ്ങളെ താമസിക്കുന്നുണ്ട്. അവരുടെ വീടിൻ്റെ മതിലിന് വെളിയിൽ സ്കൂട്ടർ വെച്ചു. ഈ സമയമായതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തിയില്ല കേട്ടോ. വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ 2 പേരും കോട്ടയത്ത് നിന്ന് തൃശ്ശൂർ ബസ് കയറിയിട്ട് 3 മണിക്ക് അവിടുന്ന് ഗുരുവായൂർക്കുള്ള ബസ് കിട്ടി. അവിടെ ഇറങ്ങി. എൻ്റെ ഗുരുവായൂരപ്പ. പിന്നെ ഉണ്ടായത്, അവിടുന്ന് കൈകാലുകൾ ദേഹം ശുദ്ധിയായി അമ്പലത്തിൽ ക്യൂ നിന്നു. ഞാൻ കോട്ടയത്ത് നിന്ന് ഒരു ചായ കുടിച്ചിട്ടോ. മോൻ അതുപോലും കുടിച്ചില്ല. അവിടെ ചെന്നപ്പോൾ 9:30 ആയി. ഞങ്ങളുടെ അടുക്കൽ ഒരമ്മ, ഒരു 70 വയസ്സെങ്കിലും തോന്നും. ആ അമ്മയുടെ അടുക്കൽ ഓരോ കാര്യങ്ങളും സംസാരിച്ച് അമ്മ ചോദിച്ചു, മക്കളെ നിങ്ങളൊന്നും കഴിച്ചില്ലേ? എങ്കിൽ പോയി കഴിച്ചിട്ട് വരൂ. നിങ്ങളെ കണ്ടിട്ട് വല്ലാതെ ക്ഷീണിതയായിട്ട് ഇരിക്കുന്നല്ലോ. നമ്മുടെ ഭഗവാന് പട്ടിണിയായിട്ട് വന്ന് തൊഴുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഇനിയെങ്കിലും കഴിച്ചിട്ടേ തൊഴാവൂ ഭഗവാനെ എന്ന് പറഞ്ഞ് നിന്ന് ക്യൂ എളുപ്പത്തിൽ അങ്ങനെ നടന്നു. എൻ്റെ ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചു. ആ അമ്മ ഞങ്ങളെ കൊണ്ടുപോയി കിണറിൻ്റെ അവിടെ മുകളിലിരുന്ന താമരക്കണ്ണനെ കാണിച്ചു തന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ കണ്ടിട്ടേയില്ല. നേരത്തെ അവിടെ ആയിരുന്നല്ലോ താമരക്കണ്ണൻ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എനിക്ക് പാൽപ്പായസം മേടിക്കണമെന്നുണ്ട്. അപ്പോൾ ആ അമ്മ പറഞ്ഞു, നമുക്ക് മേടിക്കാം. അമ്മ ഞങ്ങളെ കൊണ്ടുപോയി പാത്രം മേടിച്ചു. പാൽപ്പായസത്തിന് ഷീട്ടെടുത്തു, 1 ലിറ്റർ ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ട് അവർക്ക് മേടിക്കാൻ നോക്കിയപ്പോൾ തീർന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അമ്മ ഇതിൽ നിന്നൊരു പായസം എടുത്ത് കൊണ്ടുപോയിക്കോളൂ, പ്രസാദല്ലേ, കുറച്ച് കിട്ടിയാൽ മതി. വേണ്ട മോളെ, ഞാൻ മിക്കവാറും വരാറുള്ളതാണ്, ഞാൻ തൃശ്ശൂരിലുള്ളതാണ്. പിന്നെ അമ്മ ഞങ്ങളെ പ്രസാദം ഉണ്ടെന്നെടുത്ത് കൊണ്ടുപോയി ആക്കി. അവിടെ
അവിടുന്ന് കഴിച്ചിട്ട് പോവാവൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഭഗവാന്റെ പ്രസാദം കഴിച്ചു. അമ്മയെ നോക്കിയിട്ട് അവിടെ പിന്നെ കണ്ടതേയില്ല. എൻ്റെ ഭഗവാൻ അത് കഴിഞ്ഞ് എനിക്ക് ഇനിയും പോകണം അങ്ങനെ എപ്പോഴും തോന്നുന്നു. അവിടുത്തെ ഉത്സവത്തിന് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. എനിക്ക് പോവാൻ സാധിച്ചിട്ടില്ല കേട്ടോ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഉത്സവത്തിന് പോകണമെന്ന് അമ്മായിയോട് പറഞ്ഞു. അങ്ങനെ പ്ലാൻ ഇട്ടു. പോകാൻ തയ്യാറായി വന്നപ്പോൾ എനിക്ക് പോകാൻ മേലാതായി. വയസ്സ് 54 എന്നിട്ടും ഇടയ്ക്ക് പീരീഡ്സ് വരുന്നുണ്ട്. അങ്ങനെ അത് മുടങ്ങി. ഞാൻ തന്നെ പോകണമെന്ന് വെച്ച് പ്ലാൻ ഇട്ടപ്പോൾ അമ്മായി പറഞ്ഞു ഞാനും വരുന്നു എന്ന്. അമ്മായിയുടെ അനുജത്തിയും കൂടെ ഗുരുവായൂർക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു കേട്ടോ. 3 പേരും കൂടെ പോയി. അമ്മായിയുടെ അനുജത്തിക്ക് അഹസ് വഴിപാട് നടത്തണമെന്നുണ്ട്. അവിടെ ചെന്ന് ചീട്ടാക്കി അത് നടത്തി. അങ്ങനെ ഞങ്ങൾ 2 ദിവസം അവിടെ താമസിച്ചു. ഭഗവാനെ കണ്ടു തൊഴുതു, ശീവേലി കണ്ടു തൊഴുതു, വലം വെച്ചു, അടിപ്രദക്ഷിണം വെച്ചു, കൃഷ്ണനാട്ടം കഥകളി കണ്ടു, തൃപ്പുക നെയ്യ് സേവിച്ചു. ഭഗവാന്റെ എല്ലാ പ്രസാദവും കിട്ടി. നെയ്യ്, കളഭം, ആടിയെണ്ണ, പാൽപ്പായസം, അട എല്ലാം കഴിക്കാൻ സാധിച്ചു. ഞാൻ എൻ്റെ ഇളയ മോന് ജോലി കിട്ടുമ്പോൾ നടത്താമെന്ന് നേർന്നിട്ടുണ്ട് അഹസ് വഴിപാട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അവനും ഗൾഫിൽ തന്നെ പോയി. 2 പേരും അബുദാബിയിൽ തന്നെ. ഇനിയും പോകണം, പോയതേ ഉള്ളൂ. അവൻ അധികമൊന്നും പഠിച്ചിട്ടില്ല. ഉടനെ തന്നെ എല്ലാം കണ്ണൻ നടത്തി തരും. ഞാൻ എല്ലാവരോടും ഈ കഥ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളെ കൂടെ കൊണ്ടുപോകാമോ? ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ സമാധാനമായി അവിടെ തന്നെ എല്ലാ പൂജകളും തൊഴാലോ. കൂട്ടുകൂടി പോയാൽ ചിലപ്പോൾ എല്ലാവരുടെയും സൗകര്യമൊക്കെ നോക്കണ്ടേ. അതുകൊണ്ട് പക്ഷേ ഞാൻ കൂട്ടുകൂടി എല്ലാവരെയും കൊണ്ടുപോകാറുണ്ടോ കേട്ടോ. ഇനിയും ഒരുപാട് അനുഭവമുണ്ട്. ഇനിയും നീട്ടിപ്പോയാൽ വായിക്കാൻ ബുദ്ധിമുട്ടല്ലേ. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം. എല്ലാം ശ്രീകാന്ത് സാർ അങ്ങയുടെ ശബ്ദത്തിൽ ഇത് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. പെട്ടെന്ന് വായിക്കല്ലോ അല്ലേ. ഒരുപാട് നീണ്ടുപോയി ക്ഷമിക്കണം. അമ്മ എപ്പോഴും രാമായണം ഭാഗവതം വായിക്കുകയായിരുന്നു. എല്ലാം കൃഷ്ണാർപ്പണം വസ്തു. ഹരേ കൃഷ്ണ. ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഞാൻ 2ാമത്തെ കുട്ടിയുടെ കാര്യം ആറന്മുള ഒരാളാണ് എല്ലാം ശരിയാക്കി കൊടുത്തത്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ആറന്മുള ഭഗവാനെ കാണാൻ സാധിച്ചു. അവിടെ ഉത്സവമായിരുന്നു. 9ാം ദിവസം ഉത്സവ ബലി കണ്ടു തൊഴുതു. ഭഗവാന്റെ കൂടെ പ്രദക്ഷിണം വെച്ചു. എനിക്ക് ഭഗവാന്റെ ഉണ്ണിയപ്പം, അട എല്ലാം കഴിക്കാൻ സാധിച്ചു. എല്ലാം എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, അല്ലാതെ എന്തു പറയാൻ. ബിനു എന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ബിനുവിൻ്റെ ഭാര്യ ശ്രീജ. ഇതുവരെ ഗുരുവായൂരിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകല്ലോ, എല്ലാ ചെലവും ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ശ്രീജ ബസ്സിൽ കയറിയാൽ വമിറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ നടത്തിത്തരും. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന്. അതിനെന്താ, എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ എല്ലാ വ്യാഴാഴ്ചയും എൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ കണ്ണന് വെണ്ണയോ അല്ലെങ്കിൽ നെയ്യും കൊടുക്കും. ഭഗവാൻ എന്നെ കൈവിടില്ല എന്ന് ഉറപ്പാണ്. അല്ലേ കണ്ണാ. ഒരു ജീവിതമല്ലേ. അമ്മയുടെ ജീവിതം പല വശങ്ങളും ഇമോഷണലായിരുന്നു തുടക്കത്തിലൊക്കെ. പിന്നീട് അമ്മയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഗുരുവായൂരപ്പനായിട്ട് അടുത്ത് ഇടപഴകാൻ തുടങ്ങി. ഇപ്പോൾ സ്ഥിരമായിട്ട് ഗുരുവായൂരപ്പനിലേക്ക് വന്നിട്ടാണ് പലരെയും കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ജീവിതങ്ങളല്ലേ. നമുക്ക് പല ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഭഗവാൻ ചില വഴികൾ കാണിച്ചു തരും. ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അമ്മയ്ക്കും മക്കൾക്കൊക്കെ സുഖമായിട്ടുള്ള ജീവിതം മുന്നോട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാവരിലേക്ക് എത്തിക്കുക. അമ്മ ഗ്രൂപ്പിലുണ്ടോയെന്നറിയില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ ദിവസവും രാവിലെ പൂജാലങ്കാരം പറയും, അതിൻ്റെ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഹരേ കൃഷ്ണ.